ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഈ വീഡിയോയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 ട്രേഡിംഗ് മെത്തേഡ്സിനെ കുറിച്ചാണ്. അതായത് ഈ ട്രേഡിംഗ് മെത്തേഡ് ആരാണ് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നും ഈ മെത്തേഡിൽ വേണ്ടുന്ന ഓരോ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ആവശ്യമായ ക്വാളിറ്റികൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. ആദ്യമായി നോക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തു വരുന്ന പൊസിഷണൽ ട്രേഡിംഗ് തന്നെയാണ്. ഇത് മെയിനായി ചെയ്യുന്നത് ഇൻഡസുകളിലാണ്. ചില സ്റ്റോക്കുകളിലും ഇത് ചെയ്യാറുണ്ട്. പക്ഷേ യൂഷ്വലി പൊസിഷണൽ ട്രേഡിംഗ് നടത്തുന്നത് ഇൻഡസുകളിലാണ്. ഇത് മെയിനായി ഈ മെത്തേഡ് ട്രേഡ് ചെയ്യുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. കാരണം ഈ മെത്തേഡിൽ ടൈം കൺസപ്ഷൻ വളരെ കുറവാണ്. ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ മുന്നിൽ ഒരുപാട് സമയം ചിലവഴിക്കേണ്ടതായി വരുന്നില്ല. ഇത് ഏകദേശം 1 വീക്ക് അല്ലെങ്കിൽ 1 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ട്രേഡിംഗ് പ്രോസസ് ആയിരിക്കും. ഇതിൽ മെയിനായി ഇൻവെസ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ഓരോ ട്രെൻഡുകളാണ്. അതായത് മാർക്കറ്റിൽ വരുന്ന ഓരോ ട്രെൻഡിന് അനുസരിച്ച് പൊസിഷൻ എടുക്കുക എന്നതാണ് ഇതിന്റെ രീതി. ഈ ട്രേഡിംഗിൽ ചെയ്യേണ്ടത് ഫണ്ടമെന്റൽ അതുപോലെ ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച് ധാരണ ഉള്ള ട്രേഡേഴ്സ് മാത്രമേ ഈ പൊസിഷണൽ ട്രേഡിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തപക്ഷം നിങ്ങൾക്ക് ഒരു ലോസ് ആയിരിക്കും സംഭവിക്കുക. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. ഇപ്പോൾ വളരെ പോപ്പുലാരിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ്. ഈ ട്രേഡ് മെയിനായി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവന്റ്സിനെയും അതുപോലെ മാർക്കറ്റിലെ മൊമെന്റത്തിനെയുമാണ്. ഇത് സ്റ്റോക്കിലും അതുപോലെ ഇൻഡസിലും നടക്കാറുണ്ട്. പക്ഷേ മെയിൻലി ഇത് സ്റ്റോക്കുകളിലാണ് സ്വിംഗ് ട്രേഡിംഗ് നടത്താറുള്ളത്. ഇതുപോലുള്ള ട്രേഡിംഗ് മെത്തേഡ് വളരെ ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. അതുപോലെ മാർക്കറ്റിനെ കുറിച്ചുള്ള ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ ന്യൂസുകൾ ഈ ടൈപ്പ് ഓഫ് ട്രേഡിംഗിൽ വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്ത സ്റ്റോക്കിലെയോ അല്ലെങ്കിൽ ഇൻഡസിലെയോ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ന്യൂസുകൾ അനലൈസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡിൽ. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും പരിചിതവും ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് ചെയ്യുന്നതുമായ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. പക്ഷേ ഓരോ ഇൻവെസ്റ്റേഴ്സും മനസ്സിലാക്കേണ്ടത് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഏറ്റവും റിസ്കി ട്രേഡിംഗ് മെത്തേഡുകളിൽ ഒന്നാണ്. യൂഷ്വലി ഇത് പുറം രാജ്യങ്ങളിൽ പ്രൊഫഷണൽസ് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. കാരണം ഇതിൽ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് പവറിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് തന്നെയുണ്ട്. ഇന്ത്യയിൽ യൂഷ്വലി ഇപ്പോൾ പുതുതായി ഷെയർ മാർക്കറ്റിൽ വന്ന ആൾക്കാർ പോലും ഇൻട്രാഡേ ട്രേഡിംഗിലേക്ക് കടക്കുന്നു എന്നത് ഇന്ത്യയിൽ ഇതിന്റെ കൺസേൺ എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ലോ ക്യാപിറ്റലും അതുപോലെ വലിയ മാർജിനും ബ്രോക്കറേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓവർനൈറ്റ് റിസ്കുകൾ ഇതിലില്ല. ഈ മെത്തേഡ് ചെയ്യാനുള്ള ചില ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റലിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുണ്ടായിരിക്കണം, വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം, അതുപോലെ ഇൻഫർമേഷൻസ് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം, അതുപോലെ മെന്റൽ ഇമോഷനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. അതായത് ഇതിനെ നമുക്ക് ഒറ്റ വാക്കിൽ റിയാക്ഷൻ ട്രേഡിംഗ് എന്നുകൂടി പറയാം. കാരണം ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഓരോ റിയാക്ഷന് അനുസരിച്ച് മറ്റൊരു റിയാക്ഷൻ നൽകുന്നു എന്നതാണ് ഈ ട്രേഡിംഗിന്റെ ഒരു പ്രത്യേകത. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് അൽഗോ ട്രേഡിംഗ് ആണ്. ഓരോ അൽഗോരിതം ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണ് പതിവ്. അതായത് ടൈം ടെസ്റ്റ് ചെയ്ത പാറ്റേൺ അനുസരിച്ച് പാസ്റ്റിൽ സക്സസ് ആയ പാറ്റേൺ അൽഗോരിതത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ആ അൽഗോരിതം ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് അൽഗോരിതം മെത്തേഡ് എന്ന് പറയുന്നത്. പല മെത്തേഡ്സും ഇതിൽ ഇന്ന് അവൈലബിൾ ആണ്. പല ഇൻവെസ്റ്റേഴ്സും ഫോളോ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. അതായത് ബേസിക് ട്രേഡേഴ്സ് യൂഷ്വലി ഫോളോ ചെയ്യേണ്ടതും ഈ ഒരു മെത്തേഡ് തന്നെയാണ്. ഇതിൽ റിസ്ക് കുറവായിരിക്കും. ഈ ഒരു മെത്തേഡ് ട്രേഡ് ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ മൂഡ് ആയിരിക്കണം. കാരണം മാർക്കറ്റിന്റെ മൂഡ് അനുസരിച്ചായിരിക്കും ഷെയറിന്റെ വാല്യൂ നീങ്ങാനുള്ള ചാൻസ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ മൂഡിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഹൈലി വോളറ്റൈൽ സിറ്റുവേഷൻസിൽ ഈ ഒരു ടൈപ്പ് ട്രേഡ് ചെയ്യുന്നത് ഒരു ലോസിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. സ്കാപ്ലിംഗ് മെത്തേഡാണ് അടുത്തത്. ഇത് വളരെ ഷോർട്ട് ടൈം പ്രോസസ്സാണ്. അതായത് 1 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയുള്ള സമയങ്ങളിൽ പൂർണ്ണമായും ട്രേഡിംഗ് അവസാനിക്കുന്ന ഒരു മെത്തേഡാണിത്. ഇതിനെ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയാം. പക്ഷേ ഇതിന്റെ ടൈം സ്പാൻ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതിനെ കാപ്ലിംഗ് ട്രേഡിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇത് യൂഷ്വലി പെർഫോം ചെയ്യാറുള്ളത് ഹൈ ലിക്വിഡിറ്റി സ്റ്റോക്കുകളിലാണ്. ഇതിൽ ഒരു ഇൻവെസ്റ്ററിന് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് 0.5 മുതൽ 2% വരെയാണ്. പക്ഷേ ഈ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഏകദേശം 10-15 തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് 12 മുതൽ 15% ഡെയിലി ഗെയിൻ എത്തിച്ചേരാം. ഇത് പല പ്രൊഫഷണൽ ട്രേഡേഴ്സും ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ്.
പുതുതായി ഷെയർ മാർക്കറ്റിലേക്ക് വന്ന ഒരു ഇൻവെസ്റ്ററിന് ഏറ്റവും അനുയോജ്യമായത് ഏത് ട്രേഡ് മെത്തേഡാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ്സ് തന്നെയാണ്. മാർക്കറ്റിനെ കുറിച്ചുള്ള നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സിലേക്ക് ഓരോ ഇൻവെസ്റ്ററും എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു വലിയ ലോസ് തന്നെ സംഭവിച്ചേക്കാം. കാരണം ഇന്ത്യയിൽ ഏകദേശം 90% ട്രേഡേഴ്സും ലോസ് മേക്കേഴ്സ് ആണ്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഇല്ലാത്തതും ലോ നോളജ് ഓഫ് ഷെയർ മാർക്കറ്റിംഗുമാണ്. ഒരു റെഗുലർ മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് എല്ലാ സമയത്തും ഒരു കാരണവശാലും ഷെയർ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റുകൾ നേടാൻ സാധിക്കുകയില്ല. അതുപോലെ ഓരോ പുതിയ ട്രേഡേഴ്സും മനസ്സിലാക്കേണ്ടത് ഓരോ പ്രൊഫഷണൽ ട്രേഡേഴ്സിന്റെ കയ്യിലും അവരുടെ ഒരു യുണീക്ക് മെത്തേഡ് ഓഫ് ട്രേഡിംഗ് ഉണ്ടാവും. അത് അവർ ഡെയിലി ബേസിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ട്രേഡിംഗ് മെത്തേഡ് യൂഷ്വലി അവർ റിവീൽ ചെയ്യാറില്ല. കാരണം കൂടുതൽ ആൾക്കാർ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ആ മെത്തേഡിൽ എറർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഇൻവെസ്റ്റേഴ്സും ഒരു ട്രേഡർ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ കോഴ്സുകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. BSc അതുപോലെ NSc ഇതിനാവശ്യമായ കോഴ്സുകൾ പല പ്രൊഫഷണൽ സ്ഥാപനങ്ങളും നൽകുന്നുണ്ട്. അപ്പോൾ അവരുടെ വെബ്സൈറ്റുകളിൽ പോയാൽ കോഴ്സ് ഡീറ്റെയിൽസും ഡ്യൂറേഷനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ചും ഷെയർ മാർക്കറ്റിനെ കുറിച്ചുമുള്ള ബേസിക് നോളജ് സ്ട്രോങ് ആവുകയും നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ പ്രൊഫഷണൽ ട്രേഡേഴ്സ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ അനലൈസിസ് ടൂൾസിനെയാണ്. അത് അവർക്കൊരു അപ്പർ എഡ്ജ് എപ്പോഴും നൽകുന്നുണ്ട്. ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അത് ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു കോസ്റ്റ്ലി പ്രോസസ്സാണ്. അതുപോലെ ഒരു ചെറിയ സമ്മിന് ട്രേഡ് ചെയ്യുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അങ്ങനെയുള്ള കോംപ്ലക്സ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുക എന്നത് ഒരു പ്രോഫിറ്റബിൾ ആയിരിക്കില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.